മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസ്സാക്കിട്ട് ഒരു സിമ്മിൽ കയറാം. നിങ്ങളൊക്കെ യൂസ് ആക്കും. ഞാൻ പേരുണ്ടാവില്ല. സൂപ്പർ അല്ലേ? ഡാൻസ് കളിച്ചത് ഞാൻ കളിച്ചത് ബാക്കിയുള്ളവർ കളിച്ചത്. എന്താണ് പറയണ്ടേ? നല്ലത് പറ. നല്ല മോനാ നീരജ്. അങ്ങനെ ഒരു പേരോടെ പറയണം. ഇങ്ങനെ ഈ ചോദിച്ചിട്ട് ഉത്തരം പറയാലാണ്ട്. നല്ല മോനാ നീരജ്. നീരജിനെ പോലത്തെ മോനെ കിട്ടിയത് എന്റെ ഭാഗ്യാണ്. അങ്ങനെ പറയണം. നീരജ് നല്ല ചെക്കനാണ്. അതുകൊണ്ട് നമ്മള് ഭയങ്കര നീരജ് നല്ല ചെക്കനാണ്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. മയമൊക്കെ പറ്റിയ ചെക്കൻ. ഹായ്, എൻ്റെ പേര് നീരജ്. സോ ഇന്നെൻ്റെ കല്യാണമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനുമായും പഠിച്ചത് സെയിം കോളേജിലാണ്. അവൾ എൻ്റെ 2 years യങ്ങറാണ്. കോളേജ് സമയത്ത് ആക്ച്വലി നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, കാരണം അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനും ആക്ച്വലി അതുപോലെ സ്റ്റേജിൽ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേജിലൂടെ കണ്ടിട്ടുണ്ട് കളിക്കുന്ന പ്രോഗ്രാം. നമ്മൾ ഒരേ ഗ്രൂപ്പിലൊക്കെ ആയിരുന്നു, ഒരേ എന്താ പറയുക ഹൗസിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ള പരിചയം എന്നല്ലാതെ നമ്മൾ ഇതുവരെയായിട്ട് മിണ്ടിയിട്ടില്ല കോളേജിൽ. അതിനുശേഷം കോളേജിന് ശേഷം ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ പോയി. അവള് ബാംഗ്ലൂരേക്ക് വന്നു. ഞാൻ മൊബൈലിലൂടെ ചാറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പം അപ്പോഴാണ് ഞാനുമായി നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിനിലൂടെ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത്. അതും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ടോക്ക്. നമ്മളിങ്ങനെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റും അതൊക്കെയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. ആ സംസാരമാണ് പിന്നീട് പതിയെ പതിയെ സൗഹൃദത്തിലേക്ക് മാറി. പിന്നെ അതൊരു ഇതുപോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറി. പിന്നെ അത് നമ്മളിങ്ങനെ കല്യാണത്തിലേക്ക് മാറി. പറഞ്ഞില്ലേ പണ്ട് മായച്ചു എന്താ വെച്ചാ നമ്മൾ അടിയാക്കിയാലും ഓട് നമ്മളെടുത്ത് അടിയാക്കാൻ വരില്ല. പണ്ട് ഒരു പാവൊരു മിണ്ടാ പൂച്ചോന്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോക്ലേറ്റ്സ് വാങ്ങി അതാവുമ്പോ ഞാൻ കഴിച്ചു കഴിഞ്ഞാലും ചേച്ചി കഴിക്കുമ്പോ അതിലൊരു പീസ് തരാണ്ട് ഓള് മുഴുവൻ കഴിക്കലില്ല. അങ്ങനെയാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ? മാറ്റമുണ്ട്. ചെറുപ്പം മയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊന്നും പറഞ്ഞാ പോരാ. അവൾക്ക് എന്റെ ലൈഫിൽ ചെറിയ റോളൊന്നല്ലല്ലോ അത്. ചേച്ചി ഉപരി എന്റെ മെന്റർ, എന്റെ റോൾ മോഡൽ എല്ലാം എന്റെ ചേച്ചിയാണ്. ഇപ്പൊ എന്റെ ലൈഫിൽ എന്തുവരെ പ്രശ്നം വന്നാലും ഞാൻ ഫസ്റ്റ് പറയുന്നത് എന്റെ ചേച്ചിനോടായിരിക്കും, മയേച്ചിനോട്. അത് ആരെ കളാലും അച്ഛനും അമ്മേനെയും കളി എല്ലാരും കളി എനിക്ക് വിശ്വാസം എന്റെ ചേച്ചിനാണ്. എന്ത് തെറ്റുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഓള് കണ്ടെത്തും. ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസമല്ല, ഇത് എൻഗേജ്മെന്റ് മുതല് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ടെൻഷനാ. പക്ഷെ പോകുന്ന വീട് എങ്ങനത്തെ വീടാന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് ആ ടെൻഷൻ കുറച്ച് കുറവാ. ഹായ്, എൻ്റെ പേര് നിഖിൽ. ഞാൻ നീരജിന്റെ ഏട്ടനാണ്. ഇന്നിപ്പോ നീരജിന്റെ കല്യാണാണല്ലോ. നമ്മളൊക്കെ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞു കുട്ടിയായിട്ട് എനിക്കും നേരത്തെ അറിയായിരുന്നു നീരജിനെ. സോ നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ പിൻട്രസ്റ്റ് നമ്മൾ ഫുൾ എല്ലാം സേവ് ചെയ്ത് ഇത് ചെയ്യണം വെച്ചാൽ എല്ലാം ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമാണ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. ഞാൻ പൊതുവെ സംസാരിക്കുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും. ആക്ച്വലി നിഖിലിനെ പരിചയപ്പെടുന്ന സമയം തൊട്ട് ആക്ച്വലി നിഖിലിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ഞാൻ സംസാരിച്ച് ലുട്ടുവിനോടാ. അപ്പൊ ഫോൺ ചെയ്യുമ്പോ ഹലോ ഏട്ടൻ എന്താ ചെയ്യണ, എന്താ പറഞ്ഞ ഏട്ടൻ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ സൗണ്ടിൽ നിന്നാണ് ഇപ്പൊ ഇത്രയും വലിയ കുട്ടിയായത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പോവാണ്. സോ എന്താ പറയാ, ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ആൻഡ്
ഇങ്ങനെ വല്ലാണ്ട് വിഷനൊക്കെ ഫോമലായി പോവും. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ഈ കല്യാണം ആഘോഷിച്ച് അത് കഴിഞ്ഞിട്ടും ലെറ്റ്സ് ഹാവ് എ ഹാപ്പി ലൈഫ്. വി ലവ് യു. പിന്നെ അവരുടെ ലവ് സ്റ്റോറിനെ പറ്റി കൂടുതൽ പറയാൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതുള്ളൂ, കൂടുതൽ നമുക്കും അറിയില്ല. ഇതന്നെ സ്റ്റോറി നമ്മളും കേട്ടത് കോളേജിൽ കണ്ട് പരിചയപ്പെട്ടതാണെന്നും പിന്നെ അതിനുശേഷം അവിടുന്ന് വലിയ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഞങ്ങളും കേട്ടു. എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇനി മായം കൂടെ വന്നിട്ട് കൂടുതൽ വരുമായിരിക്കും. അപ്പൊ എന്തായാലും സൂപ്പർ ഹാപ്പി. എല്ലാവരും എന്താ അവർ രണ്ടുപേരും സന്തോഷമായിരിക്കട്ടെ. വെരി എക്സൈറ്റഡ്. സ്വന്തം ചേച്ചിയല്ലേ, വരാണ്ടിരിക്കാൻ പറ്റുമോ? മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാണ് മാച്ചിച്ച്. ഇനി എന്ത് തല്ലുപടിയാക്കിയാലും എന്ത് ചെയ്താലും ലാസ്റ്റ് മാച്ചി കരഞ്ഞോണ്ടില്ലൊരു വരവുണ്ട്, അത് വേറെ തന്നെ. മാച്ചി പാട്ടിനെ പോലെ അഭിനയിക്കും, പക്ഷെ പാവേയല്ല, ഉള്ളിലാണ് മാച്ചിക്ക് മറ്റേ ഇതുണ്ടല്ലോ, അത് ഉള്ളില്. പിന്നെ നമ്മളെല്ലാണ് മാച്ചിച്ച്. ഇവൻ നമ്മുടെ അമ്മേനെ പോലെയാണ്, നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ്, ബെസ്റ്റ് സിസ്റ്റർ ആണ്. അപ്പൊ എല്ലാം സേവ് ചെയ്ത് ലൈക്ക് നമ്മളെല്ലാ കാര്യവും പറഞ്ഞു മാറ്റുന്നതാണ്. ഞാൻ